എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ടൈം പറഞ്ഞിരുന്നത് 12 മണിയായിരുന്നു. നമുക്ക് ഏകദേശം 12 മണി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാവർക്കും എന്താ പറയുക, ആചാര്യ PSCയുടെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് എന്താ പറയുക, ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഡെമോ സെക്ഷൻ ആണ് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഒരു ക്ലാസ് എങ്ങനെയായിരിക്കും, അതായത് ആചാര്യ PSC അല്ലെങ്കിൽ ആചാര്യ ലേണിംഗ് പ്ലാറ്റ്ഫോം നടത്തുന്ന ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എന്താ പറയാ, അതിന്റെ ഒരു വിവരണമാണ് ഇന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടോപ്പിക്കിലൂടെ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. പ്രധാനമായിട്ട് നമ്മുടെ എന്താ പറയാ, ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മുഴുവൻ ക്ലാസ്സും വ്യക്തമായിട്ട് കാണുക. അതായത് ഇന്നത്തെ ഫുള്ള് 12 മണി മുതൽ 1 മണി വരെയാണ് നമ്മൾ ടൈം പറഞ്ഞിരിക്കുന്നതെങ്കിലും ചെറിയൊരു ടോപ്പിക്ക് എടുക്കുന്നുള്ളൂ. ആ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അത് വ്യക്തമായിട്ട് കേൾക്കുക. ഈ രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് അങ്ങോട്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്ത് അഭിപ്രായം പങ്കുവയ്ക്കാം. ഞാനിപ്പോ എടുക്കുന്ന ടോപ്പിക്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ആൻസർ ടൈപ്പ് ചെയ്യാം. ആൻസർ തെറ്റായാലും പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ആൻസറുകൾ ടൈപ്പ് ചെയ്യും. ഓക്കെ ആണോ? അപ്പൊ എടുക്കുന്നത് ഒരു ചെറിയൊരു കമ്മീഷനെ കുറിച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഭരണഘടന എന്ന ഒരു ഭരണഘടനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കമ്മീഷൻ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കമ്മീഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റുകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ PSC തന്നെ പലതവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ. അതിപ്പോ നമ്മൾ എടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണോ നോക്കാം. ഇപ്പൊ ആചാര്യ PSC ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടുകയാണെങ്കിൽ ആ കമ്മീഷൻ ഏത് ലെവലായിരിക്കും എന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം, നമുക്കറിയാം ഏതൊരു എക്സാം എടുത്താലും നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ മുമ്പത്തെ പോലെ വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു വിടാതെ ആ ടോപ്പിക്കിനെ കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം എക്സാം പാറ്റേണുകൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. PSCയുടെ രീതികളൊക്കെ മാറുകയാണ്. 2 ഘട്ടം എക്സാം ആക്കിയത് ഒരു പ്രശ്നമേ അല്ല. കാരണം അതിനെ കുറിച്ചൊന്നും ആരും വറീഡ് ആവണ്ട. അതൊരു എന്താ പറയുക, ഒരു പരിധിവരെ ഒരു പ്രഹസനം മാത്രമാണ്. നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് ആ രീതിയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ ആദ്യത്തെ 1ാം ഘട്ട പരീക്ഷയ്ക്ക് മാത്രം ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുക്കാമെന്ന് വിചാരിക്കരുത്. പഠിച്ചു പോകുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാ എക്സാമുകൾക്കും, അതായത് എല്ലാ ടോപ്പിക്കുകൾക്കും വ്യക്തമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഒന്ന് നിങ്ങൾ മാറ്റി വെക്കാനല്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, IT എന്ന് വേണ്ട എല്ലാ സബ്ജക്റ്റുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരെ പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അപ്പൊ നല്ലൊരു കാര്യം ചെയ്യൂ, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ വോളിയം ഒന്ന് കൂട്ടി വെക്കാൻ ശ്രമിക്കുക. അതിന്റെ സൈഡിലെ വോളിയം ബട്ടൺ ഒന്ന് മാക്സിമം എന്ത് ചെയ്യുക, കൂട്ടി വെക്കുക. ഇനി ഇന്റർനെറ്റ് കണക്ഷന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ചെറിയൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ആണോ? നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, ആചാര്യയുടെ ലേണിംഗ് പ്ലാറ്റ്ഫോം, ആചാര്യ PSCയുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിനുവേണ്ടി ചെറിയൊരു ടോപ്പിക് എടുത്ത് ഒരു ഡെമോ പോലെ നമ്മൾ ഒരു ഡെമോ സെഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആൻസർ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക മാക്സിമം. ആരും ടൈപ്പ് ചെയ്യാതിരിക്കരുത്. ഞാൻ എഴുതുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ടൈപ്പ് ചെയ്ത് ആൻസർ തന്നുകൊണ്ടേയിരിക്കും. ഒരു ഇന്ററാക്ഷൻ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളിന്ന് പ്രധാനമായിട്ട് എടുക്കാൻ പോകുന്നത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. ഓർത്തിരിക്കുക, സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ, അതായത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. ഇവിടെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ചാണ്. ഓർത്തിരിക്കുക, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. എന്താണ് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ? എന്തിനാണ് ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്തതെന്ന് ആദ്യം നോക്കാം. എന്തിനാണ് ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്തത്? 1951 ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ്. ഓർത്തിരിക്കുക, ഇപ്പൊ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ 1ാം എന്താ പറയാ ധനകാര്യ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നു. എന്തിനാണ് ഫോം ചെയ്തിരിക്കുന്നത്? പ്രധാനമായി കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്. ബജറ്റ് അലക്കേഷൻ, ടാക്സ് അലക്കേഷൻ, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ സംസ്ഥാനങ്ങൾ വരുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, ഇവിടങ്ങളിലെല്ലാം ഫണ്ട് അലക്കേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക. ഇതെല്ലാം ചെയ്യുന്നത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ശരിയല്ലേ? ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആദ്യം അത് മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോഴും 2 രീതിയിൽ പറയാറുണ്ട്: ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്, ഭരണഘടനയിൽ പ്രതിപാദിക്കാത്തത്. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരു കമ്മീഷൻ നമ്മൾ പറയുന്നതാണ് അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണെന്ന് ഇംഗ്ലീഷിൽ പറയും. ഇനി ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത ഒരു സ്ഥാപനമാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയും. സ്റ്റാറ്റ്യൂട്ടറി മലയാളം എന്ന് പറയുന്നത് നിയമത്താൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട എന്നൊക്കെയാണ്. ഓക്കെ ആണോ? അവിടെ
ഒരു LD ലെവൽ എക്സാം എടുത്താലും മലയാളം ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും സ്റ്റാറ്റ്യൂട്ടറി എന്ന് തന്നെയാണ് PSC കൊടുക്കുന്നത്. അപ്പൊ ഭരണഘടനയിൽ പ്രതിപാദിച്ചാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനയിൽ പ്രതിപാദിക്കാത്തതാണെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ? നമ്മൾ വരും ക്ലാസ്സുകൾ അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമുക്ക് ഈ ചെറിയൊരു കമ്മീഷനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടത് ഇവിടെ ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞു. എങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഏത് പാർട്ടിലാണ് പ്രതിപാദിക്കുന്നതെന്ന് അറിയണം. ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിലാണെന്ന് നോക്കാം. പാർട്ട് 12ലാണ്. ഭരണഘടനയിലെ പാർട്ട് 12ലാണ് ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ധനകാര്യ കമ്മീഷൻ. നമുക്ക് ആകെയുള്ള 25 പാർട്ടുകളിൽ പാർട്ട് 12നുള്ളിലാണ് ഏത് വരുന്നത്? ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനയിലെ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? അത് പാർട്ട് 12 ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഈ പാർട്ട് 12 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 264 മുതൽ 300A വരെയാണ്. ഓക്കെ അല്ലെ? ഇതിൽ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. നമ്മൾ ഭരണഘടന തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ഇപ്പൊ നമ്മൾ ജസ്റ്റ് കമ്മീഷൻ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് എടുക്കുന്നത്. ഓർത്തിരിക്കാം, പാർട്ട് 12 എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 264 മുതൽ 300A വരെ. പാർട്ട് 12ൽ 264 മുതൽ 300A വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഏതോ ഒരു ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ത്യക്ക് ഒരു ധനകാര്യ കമ്മീഷൻ വേണം, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ, നമ്മുടെ ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിളുകൾക്കിടയിൽ എവിടെയോ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ പാർട്ട് 12. നമുക്ക് നോക്കാം എന്നാണ് ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്തത്. 1951 നവംബർ 22ലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. 1951 നവംബർ 22. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഓർത്തിരിക്കുക. ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പാർട്ട്, അതും മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് 12. ഇനി നമ്മൾ പറഞ്ഞു എന്നാണ് നിലവിൽ വന്നത്? 51 നവംബർ 22നാണെന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇനി ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിനനുസരിച്ച് അടിസ്ഥാനത്തിൽ നിലവിൽ വന്നു, അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആർട്ടിക്കിൾ 280. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 280. ഇവിടെ ഒന്നുമില്ല, ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത്, അല്ലെങ്കിൽ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 280 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ എന്താണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. ഓക്കെ അല്ലെ? അപ്പൊ നിലവിൽ വന്നത് 1951 നവംബർ 22. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280 അനുസരിച്ച് നോക്കിയ ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയാം. ശരിയല്ലേ? ഇനി ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത ഒരു കമ്മീഷൻ ആയിരുന്നു നമ്മളിപ്പോ പഠിച്ചതെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് നിലവിൽ വന്നതല്ല, പാർലമെന്റിൽ എന്താണ് ആക്ട് പാസ്സാക്കിയതെന്ന് പറയാം. കാരണം ഭരണഘടനയിൽ പ്രതിപാദിക്കാത്ത ഒരു കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം പാർലമെന്റിൽ എന്ത് ചെയ്യണം? ഒരു ആക്ട് പാസ്സാക്കണം. ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമം രൂപീകരിക്കണം. ആ നിയമത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ കമ്മീഷൻ ഫോം ചെയ്തുള്ളൂ. അപ്പൊ പാർലമെന്റിൽ പാസ്സാക്കുന്ന ഒരു ആക്ടിനെ ബേസ് ചെയ്ത് ഫോം ചെയ്ത കമ്മീഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇവിടെ നമുക്ക് പാർലമെന്റിൽ ആക്ട് പാസ്സാക്കേണ്ട ആവശ്യമില്ല. കാരണം ആർട്ടിക്കിൾ 280 വ്യക്തമായി പറയുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? 280 ബേസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഫോം ചെയ്തു. ഒരുപക്ഷെ ഭരണഘടനയിൽ പ്രതിപാദിക്കാത്തതായിരുന്നെങ്കിൽ നമ്മൾ ആദ്യം പാർലമെന്റിൽ ആക്ട് പാസ്സാക്കുന്നു. ആക്ട് പാസ്സാക്കി ആ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ച് ഒരു ആക്ട് നമ്മൾ നിർമ്മിക്കുന്നു, ഒരു നിയമം നമ്മൾ നിർമ്മിക്കുന്നു. ആ നിയമത്തിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓക്കെ അല്ലെ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓർത്തിരിക്കാം, 51 നവംബർ 22 നിലവിൽ വന്നു ആർട്ടിക്കിൾ 280. എല്ലാം സിമ്പിൾ കാര്യങ്ങളാണ്. തുടക്കത്തിൽ വരുന്നത് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എവിടെയാണ് ഇതിന്റെ അവസാനം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂഡൽഹിയിലാണ് ധനകാര്യ കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട് ന്യൂഡൽഹി എന്ന് മാത്രം എഴുതി? അവിടെ പ്രത്യേകിച്ച് പേരില്ല, അതുകൊണ്ട് ന്യൂഡൽഹി. ഒരു പക്ഷെ പേരുണ്ടായിരുന്നെങ്കിൽ ആ പേരാണ് ഇമ്പോർട്ടന്റ്. ഓക്കെയാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി എന്ന് മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മൾ അവിടെ വ്യക്തമായിട്ട് അറിയണം പട്ടേൽ ഭവൻ ന്യൂഡൽഹി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവാചൻ സദൻ ന്യൂഡൽഹി, വനിതാ കമ്മീഷൻ നിർഭയ ഭവൻ ന്യൂഡൽഹി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ധോൽപൂർ ഹൗസ് ന്യൂഡൽഹി. കാരണം ഇവിടെ എല്ലാം പേരുകളുണ്ട്. ആ പേരിനോട് ചേർത്ത് നമ്മൾ ന്യൂഡൽഹി എന്ന് പഠിക്കുന്നു. ഏകദേശം നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മീഷനുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. ഓക്കെയാണോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും. ഒരു മിനിറ്റ്. ഇപ്പോഴും സൗണ്ട് കേൾക്കാത്ത വ്യക്തികളുണ്ടോ? സൗണ്ട് കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ ഇപ്പോഴും? കേൾക്കുന്നുണ്ട്. ശരി. അപ്പൊ കുറച്ചു പേർക്ക് ഇപ്പോഴും കേൾക്കുന്നില്ല എന്ന് ഒരു കംപ്ലൈന്റ് പറഞ്ഞു. അത് കാരണം ഞാനൊന്ന് നോക്കിയതാണ്. അപ്പൊ ആർക്കെങ്കിലും കേൾക്കാതുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എന്താ പറയാ, ആസ്ഥാനം, അതായത് ഏതൊരു കമ്മീഷൻ എടുക്കുമ്പോഴും നോർമലി ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയിലാണ്. ശരിയല്ലേ? കേൾക്കുന്നവർ കേൾക്കുന്നുണ്ടെന്നൊന്ന് പറയോ? സ്റ്റുഡൻസ് പറയാമോ? ആരെങ്കിലും കേൾക്കുന്നവരൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ?
ആരെങ്കിലും? നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, കുറച്ചു പേർക്കെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് അറിയാനാണ്. ഞാൻ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഗായത്രി. അപ്പോ ഇവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു കമ്മീഷൻ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ പറഞ്ഞ ലോക്പാൽ അടുത്തിടെ നിലവിൽ വന്നൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു ആക്ട് പാസ്സാക്കി ആക്ടിനെ ബേസ് ചെയ്ത് ഫോം ചെയ്തു ലോക്പാൽ. മുഹമ്മദ് ഓക്കെ. അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവിടെ ആസ്ഥാനത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. അവിടെ പേരില്ല, ന്യൂഡൽഹി. പേരുണ്ടായിരുന്നെങ്കിൽ നമ്മളത് പറയുമായിരുന്നു. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എടുക്കാം, പ്രത്യേകിച്ച് പേരില്ല, ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ എടുത്താൽ ആസ്ഥാനത്തിന് ഇതുവരെ പേര് നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ആസ്ഥാനം എവിടെയെന്ന് പറയാം, ന്യൂഡൽഹി. അപ്പൊ ധനകാര്യ കമ്മീഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ഒരു ലാസ്റ്റ് ഗ്രേഡ് ലെവൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ബോംബെ, കൽക്കത്ത, അല്ലെങ്കിൽ മുംബൈ, കൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. കുറച്ചുപേരെങ്കിലും ചിന്തിക്കരുത്, ധനകാര്യ കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ ചാടി കയറിയിട്ട് നമ്മുടെ മുംബൈ പറഞ്ഞു കളയരുത്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ഓക്കെ ആണോ? പേരുണ്ടെങ്കിൽ പേരെടുത്ത് പറയണം, പേരില്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ന്യൂഡൽഹി എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓർത്തിരിക്കുക, കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണെങ്കിൽ ഇത്രയും പറഞ്ഞാൽ നമ്മൾ അടുത്ത് പറയുന്നു പരമാവധി അംഗസംഖ്യ എത്ര, മാക്സിമം എത്ര മെമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഏത് കമ്മീഷൻ പഠിക്കുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് അറ്റ് പ്രസന്റ് എത്ര വ്യക്തികൾ എന്നൊരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം അറ്റ് പ്രസന്റ് എത്ര വ്യക്തികൾ എന്ന് ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് നോക്കുമ്പോൾ ധനകാര്യ കമ്മീഷനിൽ 4 വ്യക്തികളേ ഉള്ളൂ, നാളെ 4 ആകണമെന്നില്ല. എപ്പോ വേണമെങ്കിലും വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതുകൊണ്ട് തന്നെ ഒരു ആക്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഭരണഘടന പ്രകാരം ധനകാര്യ കമ്മീഷന്റെ പരമാവധി അംഗസംഖ്യ എത്ര, അതാണ് ക്വസ്റ്റ്യൻ. മനുഷ്യാവകാശ കമ്മീഷന്റെ പരമാവധി അംഗസംഖ്യ എത്ര, ലോക്പാലിന്റെ പരമാവധി അംഗസംഖ്യ എത്ര. ചിലപ്പോൾ പരമാവധി എന്നുള്ള വാക്ക് PSC ഉപയോഗിക്കണമെന്നില്ല, അംഗസംഖ്യ എത്ര എന്നായിരിക്കും ചോദിക്കുന്നത്. അതിനർത്ഥം മാക്സിമം മെമ്പേഴ്സ് എത്ര എന്നാണ്, അറ്റ് പ്രസന്റ് എത്ര എന്നല്ല. ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ പരമാവധി അംഗസംഖ്യ 5 വ്യക്തികളാണ്. എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏതൊരു കമ്മീഷൻ പഠിക്കുമ്പോഴും ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലൊരു വ്യക്തി അതിന്റെ ചെയർമാനാണെന്ന് ഓർത്തിരിക്കുക. നമ്മൾ അങ്ങനെയാണ് പഠിക്കാറുള്ളത്. ടോട്ടൽ മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ചെയർമാനാണ് എത്ര എന്ന് പറയുന്നത് 5. ഒരിക്കലും നിങ്ങൾ ആകെ അംഗസംഖ്യ 5 എന്നുള്ള രീതിയിൽ പഠിക്കരുത്. കാരണം ചെയർമാൻ ഉൾപ്പെടെയാണ് അംഗസംഖ്യ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ മെമ്പേഴ്സ് 5 എന്ന് പഠിക്കും, അവിടെ പോകുമ്പോൾ ചെയർമാനെ കൂടെ ചേർത്താൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഈ ടോട്ടൽ മെമ്പേഴ്സ് നമ്മൾ പഠിച്ചത് ചെയർമാൻ ഉൾപ്പെടെയാണോ, ഇനി ചെയർമാൻ അതിന് പുറത്താണോ നിൽക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും വരാം. എല്ലാവർക്കും ഒന്നല്ല, ചിലർക്കെങ്കിലും വരാം. ഓർത്തിരിക്കുക, ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിലൊരാൾ ചെയർമാനാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കുക, ആകെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 5, ചെയർമാനെ കൂടാതെ 4 വ്യക്തി. അങ്ങനെയും ചോദിക്കാറുണ്ട്. ചെയർമാനെ കൂടാതെ ധനകാര്യ കമ്മീഷൻ അംഗസംഖ്യ എത്ര? 4. ചെയർമാൻ ഉൾപ്പെടെയുള്ള ആകെ അംഗസംഖ്യ 5. ഓക്കെ ആണല്ലോ. ഇനി ഇത്രയും പറഞ്ഞാൽ ഏത് കമ്മീഷൻ എടുത്താലും ഇത് തന്നെയാണ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. അവിടെ യാതൊരു വ്യത്യാസമില്ല. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം പാർട്ട് പറയും, അതിനുശേഷം എന്ന് നിലവിൽ വന്നു, ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് പറയും, എവിടെയാണ് അവസാനം അംഗസംഖ്യ, എന്തെങ്കിലും വിശേഷണം ഉണ്ടെങ്കിൽ അത് പറയുന്നു. ഇത്രയും പറഞ്ഞാൽ പിന്നെ ആര് നിയമിക്കുന്നു, ആർക്കാണ് നീക്കം ചെയ്യാൻ അധികാരം, ആർക്കാണ് രാജിക്കുന്നത്, ഇത് തന്നെയാണ് എല്ലാ കമ്മീഷന്റെയും ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മീഷൻസ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരുപാട് കമ്മീഷൻസ്, ഏകദേശം 18ഓളം കമ്മീഷനുകൾ പഠിക്കാനുണ്ട്. എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം, 5 വ്യക്തികളെ അപ്പോയിന്റ് ചെയ്യുന്നത് ആര്. നമുക്ക് അപ്പോയിന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ എപ്പോഴും ഓർക്കുക, കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ വരുന്ന കമ്മീഷനുകളിൽ നോർമലി അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രസിഡന്റ് ആകണമെന്നില്ല. 1-2 സ്ഥലങ്ങളിൽ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നില്ല. ചെറിയ 1-2 എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എടുക്കാം. പരിസ്ഥിതി സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഗ്രീൻ ട്രിബ്യൂണൽ ഇന്ത്യയിൽ ഫോം ചെയ്തത്. ഗ്രീൻ ട്രിബ്യൂണലിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് ആണ്. നമ്മുടെ ദേശീയ വനിതാ കമ്മീഷൻ എടുക്കാം. വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിന് വേണ്ടിയിട്ട് പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ്. ദേശീയ വനിതാ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല, കേന്ദ്ര ഗവൺമെന്റ് ആണ്. ആരെങ്കിലും അത് പ്രസിഡന്റ് ആണെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. എന്നാൽ മറ്റു പല കമ്മീഷനുകളും എടുക്കുമ്പോൾ അവിടെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ധനകാര്യ കമ്മീഷനിലെ വ്യക്തികളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ ആരാണ് റിമൂവ് ചെയ്യുന്നത്? ഓർത്തിരിക്കുക, പ്രസിഡന്റ് നിയമിക്കുന്ന വ്യക്തികളെ ഒന്നുകിൽ പ്രസിഡന്റിനേക്കാൾ വലിയൊരു വ്യക്തിക്ക് നീക്കം ചെയ്യാം. എന്തായാലും പ്രസിഡന്റ് നിയമിച്ച വ്യക്തി അതിന് താഴെയുള്ള ഒരു വ്യക്തിക്ക് നീക്കം ചെയ്യാനുള്ള അധികാരം ഇല്ല. പ്രസിഡന്റിനേക്കാൾ വലിയൊരു വ്യക്തി ഇന്ത്യയിൽ ഇല്ലാത്ത സ്ഥിതിക്ക് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണെന്ന് ഓർത്തിരിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. അവിടെ യാതൊരു കൺഫ്യൂഷനും വേണ്ട. എങ്കിൽ ആർക്കായിരിക്കണം രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്? ഇന്നും പലർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഈ റെസിഗ്നേഷൻ ലെറ്റർ സമർപ്പിക്കുന്നത് ആർക്കാന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. നോർമലി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വരുന്ന കമ്മീഷനുകൾ നമ്മൾ അറിയില്ലെങ്കിലും കറക്റ്റ് കുത്തി പ്രസിഡന്റ് എന്ന് എഴുതാറുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തിനകത്ത് വരുന്ന ഒരു കമ്മീഷൻ എടുക്കാം. അവിടെ വ്യക്തികളെ നിയമിക്കുന്നത് ഗവർണറാണ് നോർമലി. പക്ഷെ നീക്കം ചെയ്യുന്നത് പലപ്പോഴും ഗവർണർ അല്ല, പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്. ചില കമ്മീഷനുകൾ ഗവർണർ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തികളെ ഗവർണർ നീക്കം ചെയ്യാനല്ല, പ്രസിഡന്റ് നീക്കം ചെയ്യുന്നു. ആർക്കായിരിക്കണം അതിലെ ചെയർമാൻ അല്ലെങ്കിൽ അതിലെ മെമ്പേഴ്സ് രാജിക്കത്ത് നൽകേണ്ടത്? അവിടെ കൺഫ്യൂഷൻ ആണ്. ഗവർണർക്കാൾ വലിയ വ്യക്തിയല്ലേ പ്രസിഡന്റ്. അപ്പൊ പ്രസിഡന്റ് ആണോ ഇനി രാജിക്കത്ത് നൽകേണ്ടത്? ഒറ്റ കാര്യം ഓർത്തിരുന്നാൽ മതി,
നീക്കം ചെയ്യുന്ന വ്യക്തി ആരോ ആയിക്കോട്ടെ, അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കണം രാജിക്കത്ത് നൽകേണ്ടത്. ഒരു വ്യക്തി ആരാണോ നിയമിക്കുന്നത് അയാൾക്കാണ് രാജിക്കത്ത്. ഇവിടെ ഗവർണർ നിയമിച്ചാൽ രാജിക്കത്ത് ഗവർണർക്ക്, അവിടെ പ്രസിഡന്റ് നിങ്ങൾ വിട്ടുകളയുക. ഇവിടെ പ്രസിഡന്റ് നിയമിച്ചത് കൊണ്ട് രാജിക്കത്ത് നൽകേണ്ടത് പ്രസിഡന്റ് തന്നെയാണ്, അവിടെ വേറൊരു വ്യക്തിയും വരുന്നില്ല. ഓക്കെ അല്ലെ? എപ്പോഴും ഓർക്കുക, അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കണം എന്ത് നൽകേണ്ടത്? രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, രാജിക്കത്ത് നൽകേണ്ടതും പ്രസിഡന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്ക്, അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്ക്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എക്സാം ഹാളിൽ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒക്കെ വരാണ്. നമ്മൾ എത്ര പഠിച്ചിരുന്നാലും അവിടെ പോകുമ്പോൾ ചോദിക്കുകയാണ്, ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആർക്ക് രാജിക്കത്ത് നൽകുന്നു? ഓപ്ഷൻ എ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ, ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ, ഓപ്ഷൻ സി പാർലമെന്റ്, ഓപ്ഷൻ ഡി പ്രസിഡന്റ്, അല്ലെങ്കിൽ ധനകാര്യ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ചോയ്സ് കൊടുത്താൽ, അല്ലെങ്കിൽ ധനപരമായിട്ട് ബന്ധമുള്ള ഒരു 3 വ്യക്തികളെ ചോയ്സ് അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ആണ്. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇനി ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അയാൾക്കാണോ രാജിക്കത്ത് കൊണ്ട് കൊടുക്കുന്നത്? അല്ല, ഓർത്തിരിക്കുക, പ്രസിഡന്റ് ആണ് രാജിക്കത്ത് നൽകുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയും പറഞ്ഞാൽ നമ്മൾ ഏതൊരു കമ്മീഷൻ എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. അംഗസംഖ്യ പറയുന്നു, നിയമിക്കുന്നതാര്, നീക്കം ചെയ്യുന്നതാര്, രാജിക്കത്ത് നൽകുന്നതാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണം എത്ര വർഷമാണ് ഇവരുടെ കാലാവധി, ടേം അല്ലെങ്കിൽ ടേം ഓഫ് ഓഫീസ്, ടെനർ എന്നൊക്കെ പറയും, കാലാവധി. ഏത് കമ്മീഷൻ എടുത്താലും അവിടെ ഒരു കാലാവധിയുണ്ട്, ശരിയല്ലേ? കാലാവധി പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ചില കമ്മീഷനുകളിൽ എത്ര വർഷം എന്ന് പറയുന്നു, ചില കമ്മീഷനിൽ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെ എന്ന് പറയാറുണ്ട്. ഇവിടെ ഏജ് ലിമിറ്റ് പറയുന്നില്ല. 5 വർഷമാണ് ഒരു ധനകാര്യ കമ്മീഷന്റെ കാലാവധി. ഓക്കെ അല്ലെ? ക്ലിയർ അല്ലേ? ഒരു ധനകാര്യ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷമാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോ 5 വ്യക്തികളുണ്ട്. നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാജിക്കത്ത് നൽകുന്ന പ്രസിഡന്റിന്റെ കാലാവധി 5 വർഷം. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ധനകാര്യ കമ്മീഷൻ ആർക്കായിരിക്കണം ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓർത്തിരിക്കാം, ഏതൊരു കമ്മീഷൻ എടുത്താലും, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് തലത്തിൽ നിയമിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം എടുക്കാം, ഒരു വർഷത്തെ ആനുവൽ റിപ്പോർട്ട് അവർ ചെയ്ത കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു വർഷത്തെ ആനുവൽ റിപ്പോർട്ട്, അതാണ് നമ്മൾ ആനുവൽ റിപ്പോർട്ട് അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. ഏതൊരു കമ്മീഷൻ എടുത്താലും ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഉദാഹരണത്തിന് പബ്ലിക് സർവീസ് കമ്മീഷൻ എടുക്കാം, ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷൻ എടുക്കാം, ആനുവൽ റിപ്പോർട്ട് നൽകണം. CAG ആനുവൽ റിപ്പോർട്ട് നൽകാറുണ്ട്, ധനകാര്യ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് നൽകാറുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ നൽകാറുണ്ട്, വനിതാ കമ്മീഷൻ. ഏത് കമ്മീഷൻ എടുത്താലും ആനുവൽ റിപ്പോർട്ട് നൽകാറുണ്ട് ഒരു വ്യക്തി. ഇവിടെ ആർക്കായിരിക്കണം ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത്? ഞാൻ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആർക്കാണ് ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത്? ഓപ്ഷൻ എ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് പ്രസിഡന്റ്, ഓപ്ഷൻ ഡി ഫിനാൻസ് മിനിസ്റ്റർ. ആർക്കായിരിക്കണം ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത്? ശരിയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ നോക്കുമ്പോൾ ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്ക്? അറിയാവുന്ന വ്യക്തി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ്, പാർലമെന്റിനല്ലേ? അതായത് ധനകാര്യ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് പാർലമെന്റിനല്ലേ എന്നൊരു സംശയം വരാം. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ധനകാര്യ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് പാർലമെന്റിൽ തന്നെ കൊടുക്കുന്നത്, പക്ഷെ അഡ്രസ് ചെയ്തിരിക്കുന്നത് ആരെയാണ്? പ്രസിഡന്റിനെയാണെന്ന് ഓർത്തിരിക്കുക. അഡ്രസ് ചെയ്തിരിക്കുന്ന ആരെയാണ്? പ്രസിഡന്റിനെ. അവിടെ ഒരിക്കലും നിങ്ങൾ പാർലമെന്റ് എന്ന് എഴുതരുത്, തെറ്റാണ്. ധനകാര്യ മന്ത്രിക്ക് ഒരിക്കലും ആനുവൽ റിപ്പോർട്ട് നൽകത്തില്ല. CAG എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു എന്താ പറയാ, നമ്മൾ ധനകാര്യ കമ്മീഷൻ പറയുന്നത് പോലെ മറ്റൊരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് CAG. ഒരിക്കലും ഈ കമ്മീഷൻ ചെന്നിട്ട് അയാൾക്ക് ആനുവൽ റിപ്പോർട്ട് കൊടുക്കുമോ? കൊടുക്കാൻ യാതൊരു സാധ്യതയില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഒന്നുകിൽ പാർലമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റ്. ഓർത്തിരിക്കുക, പാർലമെന്റിലേക്കാണ് പോകുന്നതെങ്കിലും അഡ്രസ് ചെയ്തിരിക്കുന്നത് പ്രസിഡന്റിനെയാണ്. അതിനർത്ഥം ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് പ്രസിഡന്റിന്. ഏത് കമ്മീഷൻ എടുത്താലും അങ്ങനെ തന്നെയാണ്, അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും ആനുവൽ റിപ്പോർട്ട് നൽകുന്നത്. പക്ഷേ ഒരു കമ്മീഷൻ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഏതൊരു കമ്മീഷൻ എടുത്താലും UPSC ആനുവൽ റിപ്പോർട്ട് കൊടുക്കുന്ന പ്രസിഡന്റിന്, CAG നൽകുന്നത് പ്രസിഡന്റിന്, നമ്മുടെ ധനകാര്യ കമ്മീഷൻ പറഞ്ഞാൽ പ്രസിഡന്റ്, പട്ടികജാതി കമ്മീഷൻ പറഞ്ഞാൽ പ്രസിഡന്റ്, പട്ടികവർഗം എല്ലാം പ്രസിഡന്റിനാണ്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ എടുക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ പോലും അവിടെ ആനുവൽ റിപ്പോർട്ട് കൊടുക്കുന്നത് പ്രസിഡന്റ് അല്ല. അത് UPSC എക്സാമുകളുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. PSC വളരെ റയറായിട്ട് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ പ്രസിഡന്റിന് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കാത്ത കമ്മീഷൻ ഏത്? ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, അത് മനുഷ്യാവകാശ കമ്മീഷനാണ്. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ആനുവൽ റിപ്പോർട്ട് നൽകുന്നത് പ്രസിഡന്റിനല്ല, കേന്ദ്ര ഗവൺമെന്റിനാണ്. സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കണ്ടോ, അതൊരു നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് മാറിപ്പോകുന്ന ഒരു ഫാക്ട് ആണ്. ഓർത്തിരിക്കുക, ഇവിടെ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റ്. നമ്മുടെ യാതൊരു കൺഫ്യൂഷനും വേണ്ട, ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിനാണെന്ന് ഓർത്തിരിക്കുക. ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് ആർക്കാണ്? പ്രസിഡന്റിന്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾ?
ഇവിടെ നിങ്ങളോട് നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴും എപ്പോഴും ചിന്തിക്കുക വെറുതെ ഓൺലൈൻ വന്നിട്ട് വെറുതെ ക്ലാസ് കേട്ടിട്ട് വെറുതെ പോവാം. അങ്ങനെയല്ല, അറിയാവുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്ത് കാര്യങ്ങൾ, അത് ആൻസർ തെറ്റാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? നമ്മളൊരു ക്ലാസ്സിനകത്ത് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ആൻസർ തെറ്റാണോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നും. ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട. അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം, എന്ത് കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിലും പറയാം. അബി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് പറയുന്നത് ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ ധനകാര്യ കമ്മീഷനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പാർട്ടാണ് പാർട്ട് 12. അത് നമ്മൾ പറഞ്ഞു പാർട്ട് 12 ആർട്ടിക്കിൾ 264 മുതൽ 300 വരെയാണ്. ഓക്കെയാണ്. ഇനി പാർട്ട് 12 ഡെഫിനിഷൻ എന്താണെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. കോൺട്രാക്ട്, ഫിനാൻസ്, സ്യൂട്ട്സ് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ പാർട്ട് 12. ഓക്കെ ആണോ? ഈ പാർട്ട് 12-നകത്താണ് നമ്മുടെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്നാ നിലവിൽ വന്നത്? 1951 നവംബർ 22. 1951 നവംബർ 22 നിലവിൽ വന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280-ലാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. പരമാവധി അംഗസംഖ്യ 5 വ്യക്തികൾ, അതിലൊരാൾ ആരായിരിക്കും? അതിന്റെ ചെയർമാനാണെന്ന് പറഞ്ഞു. ഇവരെ നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിന്. ഇവരുടെ കാലാവധി 5 വർഷം. ഒരു ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊരു കമ്മീഷൻ എടുത്താലും ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചോ, UPSC പഠിച്ചോ, ഏത് പഠിച്ചോ, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുള്ള ചില വിശേഷണങ്ങളോ ചില ആർട്ടിക്കിളുകളൊക്കെ കയറി വരുമെന്നല്ലാതെ അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നതാണ്. ഇനി പറയുന്നത് ഏതൊരു കമ്മീഷൻ എടുത്താലും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ആരാണ് ആദ്യത്തെ ചെയർമാൻ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് കമ്മീഷൻ എടുത്താലും ഫസ്റ്റ് ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് പ്രസന്റ് ചെയർമാൻ ആയിരിക്കുന്ന വ്യക്തിയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയതിൽ വളരെ സന്തോഷം. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അതായത് ആദ്യത്തെ ചെയർമാൻ ഇമ്പോർട്ടന്റ് ആണ്, അറ്റ് പ്രസന്റ് ചെയർമാൻ ആയിരിക്കുന്ന വ്യക്തി ഇമ്പോർട്ടന്റ് ആണ്. ഇതിനിടയ്ക്ക് നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് എന്താ പറയാ, മലയാളികൾ ആരെങ്കിലും ചെയർമാൻ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വനിതകളായിട്ടുണ്ടെങ്കിൽ വെരി വെരി ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. കാരണം വനിതകൾ ചെയർപേഴ്സൺ സ്ഥാനത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് PSC എടുത്ത് ചോദിക്കും. ഒന്നിൽ കൂടുതൽ തവണ ആയിട്ടുള്ള വ്യക്തികളാണ്. ചില കമ്മീഷനിൽ നമ്മൾ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും കുറച്ച് കാലം. ഓക്കെ അല്ലെ? എന്നാൽ മറ്റു ചില കമ്മീഷനുകളിൽ എല്ലാ പേരുകളും നമ്മൾ പഠിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനുഷ്യാവകാശ കമ്മീഷൻ. അതായത് മനുഷ്യാവകാശ കമ്മീഷനിലെ 7 വ്യക്തികൾ ചെയർമാൻ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 7 പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അവരെല്ലാം റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരാണ്. അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഇവിടെ എടുക്കുകയാണെങ്കിൽ ധനകാര്യ കമ്മീഷനിൽ ആകെ മൊത്തം 15 വ്യക്തികൾ ചെയർമാൻ സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതായത് അറ്റ് പ്രസന്റ് ഇന്ത്യയിൽ നിലവിലുള്ളത് 15ാം ധനകാര്യ കമ്മീഷനാണെന്ന് ഓർത്തിരിക്കും. ഓക്കെ അല്ലെ? അറ്റ് പ്രസന്റ് ഇന്ത്യയിലുള്ളത് എത്രാമത്തെ കമ്മീഷനാണ്? 15ാം ധനകാര്യ കമ്മീഷൻ. ഈ 15 പേരുകളും നമ്മൾ പഠിക്കാൻ പോവാണ്. പക്ഷേ 15 പേരുകൾ, അയ്യോ 15 പേര് ഞാൻ പഠിക്കണമല്ലോ, അങ്ങനെയല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇമ്പോർട്ടന്റ് അല്ലാത്ത നിങ്ങൾ പഠിക്കേണ്ട, അത് ചോദിക്കില്ല PSC. എന്തുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. കാരണം ഇതിൽ നമ്മൾ ചെയർമാൻ സ്ഥാനത്തേക്ക് പറയുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇതിൽ ചെയർമാൻ ആയിട്ടുള്ള പല വ്യക്തികളും, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ RBIയുടെ ഗവർണർമാരായിട്ടുള്ള വ്യക്തികളുണ്ടാവും, CAG ആയിട്ടുള്ള വ്യക്തികളുണ്ടാവും, അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. അത് PSC എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞേ പറ്റും. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും ആധികാരികമായി അത് മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിക്കുക. ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെ പഠിച്ചേ പറ്റും. മുമ്പത്തെ പോലെ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ച് വെറുതെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും ചിന്തിക്കേണ്ട. ഒരു പരിധിവരെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. പക്ഷെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന, ഇപ്പൊ പ്രസിഡന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര, 1-2 ആർട്ടിക്കിളും പഠിച്ചിട്ട് നേരെ പോയിട്ട് കാര്യമില്ല. അതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, ഒരു പ്രസിഡന്റിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾ അടുത്തും ചിട്ടയിൽ അറിഞ്ഞിരിക്കും. കാരണം ഇപ്പോഴത്തെ എക്സാം പാറ്റേണുകളൊക്കെ അങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന 4 ചോയ്സ് ആണ് കൊടുക്കുന്നത്, എന്തെങ്കിലും 4 ചോയ്സ് അല്ല കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ആരാണ് 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. അതായത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ ആദ്യത്തെ വ്യക്തി, ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. എന്നാലും നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. ആരാണ് 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ? പറയും. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഇപ്പോഴും ആ ഒരു എന്താ പറയാ PSCയുടെ ഒരു ലെവലിൽ ഇപ്പോഴും പഠിക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടാനായിരുന്നു. അതെ, KC നിയോഗി എല്ലാവർക്കും അറിയാം. 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? KC നിയോഗിയാണ്. ശരിയല്ലേ? KC നിയോഗി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. KC നിയോഗിയാണ് 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ശരിയല്ലേ? പക്ഷെ നിങ്ങൾ കേൾക്കാത്ത 2 കാര്യം ഞാൻ പറയാൻ പോവാണ്. KC നിയോഗി വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ KC നിയോഗിയെ പറ്റി? നമ്മള് ഇത്രയും കാലം PSC ചോദിച്ചിട്ടുണ്ട് 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. നമ്മൾ തന്നെ റാങ്ക് ഫെയറുകളെല്ലാം കാണുന്നതാണ് 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. പക്ഷെ ഞാൻ പറയുന്നു 1946 ഡിസംബർ 6-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലവിൽ വരുന്നത്.
ശരിയല്ലേ? ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പർ ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു മെമ്പർ ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ KC നിയോഗി എന്ന് ഓർത്തിരിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു അംഗമായിരുന്നു ആരെ? KC നിയോഗി. നമുക്കറിയാം, ജസ്റ്റ് ഒന്ന് പറയാം, 389 വ്യക്തികളെയാണ് ക്യാബിനറ്റ് മിഷൻ ഫിക്സ് ചെയ്തത്. അതിനുശേഷം മുസ്ലിങ്ങൾ, അതായത് പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ കുറച്ചുപേർ അതിൽ നിന്ന് മാറിയതിനു ശേഷം ബാക്കി എത്ര? 299. ഇത് എല്ലാവർക്കും അറിയാനുള്ള കാര്യങ്ങളാണ്. ആ പറഞ്ഞിരിക്കുന്ന 299 ഒരു വ്യക്തി KC നിയോഗി. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അവിടെ കൂടുതലൊന്നും നിങ്ങൾ അറിയേണ്ട. ഒറ്റ കാര്യം, ആദ്യ ചെയർമാൻ KC നിയോഗി. പ്രത്യേകത എന്താണ്? അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പർ ആയിരുന്ന വ്യക്തിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പർ ആയിരുന്ന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? KC നിയോഗി. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? എന്നാൽ തീർന്നില്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാം. സെക്കൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ കേന്ദ്രത്തിലെ രണ്ടാം ധനകാര്യ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? KC നിയോഗിയാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ, ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? KC നിയോഗി. 3 പോയിന്റ്സ് പറഞ്ഞു, 3 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ, ധനകാര്യ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? KC നിയോഗി. പിന്നെ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പർ ആയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? KC നിയോഗി. ഇന്ത്യയുടെ രണ്ടാം ധനകാര്യ മന്ത്രി ആര്? സെക്കൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതും KC നിയോഗിയാണ്. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ വ്യക്തിയെ നോക്കാം. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾ അതുപോലെ തന്നെ നോട്ട് ചെയ്യാം. സെക്കൻഡ് ചെയർമാൻ എന്ന് പറയുന്നത് K. സന്താനം. K. സന്താനം. ഈ പേര് നിങ്ങൾ ഇനി എന്താ പറയാ, 1-2 കമ്മീഷനുകളിൽ ഈ പേര് കയറി വരുന്നുണ്ട്. അതായത് K. സന്താനം ഇമ്പോർട്ടന്റ് ആണ്. 1963 സന്താനം എന്നൊരു വ്യക്തി ചെയർമാൻ ആക്കിക്കൊണ്ട് ഒരു സന്താന കമ്മിറ്റി ഇന്ത്യയിൽ ഫോം ചെയ്യുന്നത്. എന്തിനാ ഫോം ചെയ്തത്? അതായത് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നതിന് അല്ലെങ്കിൽ പൗരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിനായിട്ട് എന്തെങ്കിലും ഒരു കമ്മീഷനോ അല്ലെങ്കിൽ ഒരു ഓംബുഡ്സ്മാൻ എന്നൊരു ആശയം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്നൊരു ചർച്ച ഇന്ത്യയിൽ വരുന്നു. K. മുൻഷിയാണ് അങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ തുടർന്ന് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനായിരുന്നു K. സന്താനം അല്ലെങ്കിൽ K. സന്താനം കമ്മിറ്റി. ഈ സന്താനം കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ വേണം, ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ നടപ്പിലാക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏത്? സന്താന കമ്മിറ്റിയാണ്. എല്ലാവർക്കും അറിയാം, 1964 വിജിലൻസ് കമ്മീഷൻ ഇന്ത്യയിൽ ഫോം ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വിജിലൻസ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരം എന്ന് ചോദിച്ചാൽ അതും സന്താന കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് K. സന്താനം. ഞാൻ ആ 2 പോയിന്റ്സ് ഇവിടെ എഴുതുന്നില്ല, കാരണം നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓംബുഡ്സ്മാനെ കുറിച്ചും വിജിലൻസ് കമ്മീഷനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ പേര് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട സന്താന കമ്മിറ്റി നിയമിച്ചിട്ടുണ്ട് 1963 തന്നെയാണ്. ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗിക്കുകയാണെങ്കിൽ രണ്ടാരാണ്? K. സന്താനം. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ആരും നോട്ട് എഴുതി എടുക്കണമെന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ വേണമെന്നുള്ളവർക്ക് നോട്ട് എഴുതി എടുക്കാം. കാരണം നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുത്ത് ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ നോട്ട് എന്ത് ചെയ്യും, ഒരു PDF നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ടാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? K. സന്താനമാണെങ്കിൽ മൂന്നാമത്തെ വ്യക്തി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, AK. ചന്ദ. AK. ചന്ദ മൂന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. AK. ചന്ദ പുരുഷനാണ്. അതായത് ഒന്നാമത്തേത് KC നിയോഗി, 2 K. സന്താനം, 3 AK. ചന്ദ. AK. ചന്ദയുടെ പ്രത്യേകത എന്താന്ന് നോക്കാം. AK. ചന്ദ ഇന്ത്യയുടെ രണ്ടാമത് CAG ആയിരുന്നു, സെക്കൻഡ് CAG ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ CAG ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, V. നരഹരി റാവു. എന്നാൽ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG? പെട്ടെന്ന് പറഞ്ഞ 5, നിങ്ങൾക്ക് ഒരു 10 വരെ എണ്ണുന്ന ടൈം ഞാൻ തരാം. ആരൊക്കെയാണ് ആൻസർ പറയുന്നത് നോക്കട്ടെ. ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG? പ്രസന്റ് CAG ഓഫ് ഇന്ത്യ ആര്? പറയാമോ? ആൻസർ തെറ്റ്. വെരി ഗുഡ് അഭിരാം, വെരി ഗുഡ്. ഓക്കെ, അടുത്ത് വേറെ ആർക്കും ആൻസർ ഇല്ലല്ലേ? അതായത് ഇന്ത്യയുടെ ആദ്യത്തെ CAG എന്ന് പറയുന്നത് V. നരഹരി റാവു ആണെങ്കിൽ ഇപ്പോഴത്തെ CAG GC മുർമു എന്നൊരു വ്യക്തിയാണ്. GC മുർമു. രാജീവ് മെഹർഷയൊക്കെ മാറി, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ലോക്ക്ഡൌൺ ടൈമിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല കമ്മീഷനുകളും അറിഞ്ഞിട്ടില്ല. കുറച്ചുപേര് പഠിക്കുന്നുണ്ട്, കുറച്ചുപേർ ഇപ്പോഴും അങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഞാൻ പറയുന്നു, അപ്പൊ മുതലേ മര്യാദയ്ക്ക് പഠിച്ചു വന്നവർക്ക് കൃത്യമായിട്ട് ഇനിയും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിജയം കൈവരിക്കാൻ പറ്റും. എന്ന് കരുതിയിട്ട് പഠിക്കാത്തവർ മോശമാണെന്നല്ല, ഇനിയുള്ള ടൈമെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ പറയുന്നത്, നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യത്തെ CAG V. നരഹരി റാവു. ഇപ്പോഴത്തെ CAG, പ്രസന്റ് CAG ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് രാജീവ് മെഹർഷ ആയിരുന്നു. ആ വ്യക്തി ഒന്ന് മാറി, പകരം നിലവിൽ വന്നതാണ് GC മുർമു. ഓർത്തിരിക്കുക, GC മുർമു. ഓർത്തിരിക്കുക, GC മുർമു. അവിടെ GC മുർമുവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറി ഫോം ചെയ്യുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക്. ഓർത്തിരിക്കുക,
ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യാവോ? മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബ് ആയിരിക്കും. ദയവ് ചെയ്തിട്ട് ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓഫ് ആക്കി വെക്കുക. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആകും. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് മൈക്ക് ഓഫ് ചെയ്ത് വെക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് GC മുർമുവിനെ കുറിച്ചാണ്. അതായത് 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറി ഫോം ചെയ്യുമ്പോൾ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് GC മുർമു എന്നൊരു വ്യക്തിയാണ്. 100% നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. GC മുർമു ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറിയുടെ ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ, ആദ്യ ലെഫ്റ്റനന്റ് ഗവർണർ ആണ് ജമ്മു കാശ്മീർ എന്ന യൂണിയൻ ടെറിട്ടറി. നമുക്കറിയാം യൂണിയൻ ടെറിട്ടറിയുടെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? GC മുർമു ആണ്. അടുത്തത് മറ്റൊരു പ്രദേശം ശരിയാണ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ആരാണ് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയാമോ? ആരാണ് ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ? അഭിരാം പറയാമോ? ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ? ആര്? പെട്ടെന്ന്. മനോജ് സിൻഹ. 2 മനോജ് സിൻഹ. 4 5 മനോജ് സിൻഹ. ഓക്കെ, അബി അവിടെ ഒപ്പിച്ചിരിക്കുകയാണ്. അതായത് മനോജ് സിൻഹയാണ്. ഓർത്തിരിക്കുക. അതായത് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ എന്താ പറയാ, ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത് മനോജ് സിൻഹ എന്നൊരു വ്യക്തിയാണ്. ഈ 2 ക്വസ്റ്റ്യനുകൾ ഇമ്പോർട്ടന്റ് ആണ്. GC മുർമു ആദ്യത്തെ ലെഫ്റ്റനന്റ് ഗവർണർ, ഇപ്പോഴത്തെ ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്ന ആരാണ്? മനോജ് സിൻഹയാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലെ? ഇവിടെ നമ്മൾ പറഞ്ഞത് CAG യെ കുറിച്ചാണ്. അതായത് AK ചന്ദ ധനകാര്യ കമ്മീഷന്റെ 3ാമത്തെ ചെയർമാനും ഇന്ത്യയുടെ 2ാമത്തെ CAG ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണോ? ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ 3ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ AK ചന്ദ ഇന്ത്യയുടെ 2ാമത് CAG കൺട്രോളർ ആയിട്ട് ഓഡിറ്റ് ജനറൽ വ്യക്തിയാണ്. അപ്പൊ ആദ്യത്തെ KC നിയോഗി, 2 K സന്താനം, 3 AK ചന്ദ. എങ്കിൽ 4ാമത്തെ വ്യക്തി ആരാണെന്ന് അറിഞ്ഞിരിക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓർത്തിരിക്കുക. PV രാജമന്നാർ. PV രാജമന്നാർ 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നില്ലെങ്കിലും അവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1953 ഇന്ത്യയില് സംഗീത് നാടക് അക്കാദമി ഫോം ചെയ്തത്. ഇവിടെ സംഗീത നാടക അക്കാദമി എന്നാണ് പലർക്കും ഇയാൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, സ്പെല്ലിംഗ് ഒക്കെ തെറ്റല്ലേ എന്ന്. അങ്ങനെയല്ല, സംഗീത നാടക അക്കാദമി എന്ന് ഹിന്ദിയിൽ എഴുതിയിട്ട് അതിന് ഇംഗ്ലീഷിലോട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിൽ അറിയണമെങ്കിൽ ഇങ്ങനെ പറയാം: നാഷണൽ അക്കാദമി ഓഫ് മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ. അതിന് ഹിന്ദി പറയുമ്പോൾ സംഗീത നാടക അക്കാദമി എന്ന് പറയും. അതായത് ഈ സംഗീത നാടക അക്കാദമി 1953 ഫോം ചെയ്തപ്പോൾ അതിന്റെ ആദ്യത്തെ ചെയർമാനായത് PV രാജമന്നാർ. ഓക്കെ ആണോ? 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ PV രാജമന്നാർ സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. 1953 സംഗീത നാടക അക്കാദമി ഫോം ചെയ്യുന്നത്. അതിന്റെ ആദ്യ ചെയർമാനാണ് 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ PV രാജമന്നാർ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ അവിടെ പറയാം. ഈ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. അതിനൊരു പേരുണ്ട്, രവീന്ദ്ര ഭവൻ ന്യൂഡൽഹി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 53 ഫോം ചെയ്തു. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? രവീന്ദ്ര ഭവൻ ന്യൂഡൽഹി. ഓർത്തിരിക്കുക, രവീന്ദ്ര ഭവൻ ന്യൂഡൽഹി എന്തിന്റെ ആസ്ഥാനമാണ്? നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനമാണ് രവീന്ദ്ര ഭവൻ ന്യൂഡൽഹി. 53 ഫോം ചെയ്തു. ആദ്യ ചെയർമാൻ PV രാജമന്നാർ. 4ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ PV രാജമന്നാർ സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാനാണ്. കറക്റ്റ് 1 മണിക്ക് ആരും വേണ്ടിയിട്ട് ഓടിക്കളയരുത്. ഇത് ഫുള്ള് നിർന്നിട്ട് പോവാം, എന്തായാലും ഇരിക്കില്ല. അപ്പോ ആദ്യ ചെയർമാൻ KC നിയോഗി, 2ാമത്തേത് K സന്താനം, 3ാമത്തേത് AK ചന്ദ, 4ാമത്തേത് PV രാജമന്നാർ. പ്രത്യേകം നമ്മൾ പറഞ്ഞു 53 ഫോം ചെയ്ത സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. ആസ്ഥാനം എവിടെയാണ്? രവീന്ദ്ര ഭവൻ ന്യൂഡൽഹി. എങ്കിൽ ആരാണ് 5ാമത്തെ വ്യക്തി എന്ന് നോക്കാം. 5ാമത്തെ വ്യക്തി മഹാവീർ ത്യാഗി. ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ പറയുന്നത് ഇതുവരെ PSC ചോദിച്ചിട്ടില്ല, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ വേറെ പ്രത്യേകതകളൊന്നും പറയാനുള്ള. 5ാമത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? മഹാവീർ ത്യാഗിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ധനകാര്യ കമ്മീഷന്റെ 5ാമത്തെ ചെയർമാൻ മഹാവീർ ത്യാഗിയാണെങ്കിൽ 6ാമത്തെ വ്യക്തി, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ വ്യക്തിയാണ് K ബ്രഹ്മാനന്ദ റെഡ്ഡി. K ബ്രഹ്മാനന്ദ റെഡ്ഡി എന്നുള്ള പേര് നിങ്ങൾ, എനിക്ക് തോന്നുന്നു മെനഞ്ഞാന്നത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു K ബ്രഹ്മാനന്ദ റെഡ്ഡി എന്നുള്ള പേര്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. K ബ്രഹ്മാനന്ദ റെഡ്ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 1977 മുതൽ 1978 വരെ INC-യുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് K ബ്രഹ്മാനന്ദ റെഡ്ഡി. ഓർത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ K ബ്രഹ്മാനന്ദ റെഡ്ഡി എന്ന് പറയുന്നത് 1977 മുതൽ 78 വരെ INC പ്രസിഡന്റ്. വേറെ വ്യക്തികളെയൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഓർത്തിരിക്കുക, 1ാമത്തെ ക്വസ്റ്റ്യൻ, 6ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? K ബ്രഹ്മാനന്ദ റെഡ്ഡി. INC പ്രസിഡന്റ് സ്ഥാനം, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വെച്ചുള്ള വ്യക്തിയാര്? K ബ്രഹ്മാനന്ദ റെഡ്ഡി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാം. 3rd ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്.
നമ്മുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതും കെ ബ്രഹ്മാനന്ദ റെഡ്ഡിയാണ്. ഓർത്തിരിക്കാം, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 6ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ ബ്രഹ്മാനന്ദ റെഡ്ഡി. അടുത്തെന്താ പറഞ്ഞത്? 1977-78 കാലഘട്ടത്തിൽ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി കെ ബ്രഹ്മാനന്ദ റെഡ്ഡി. അടുത്ത് പറഞ്ഞു ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? കെ ബ്രഹ്മാനന്ദ റെഡ്ഡി. ഓർത്തിരിക്കാൻ പറ്റുള്ള ഈ 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. KC നിയോഗി, കെ സന്താനം, AK ചന്ദ, PV രാജമന്നാർ, മഹാവീർ ത്യാഗി, കെ ബ്രഹ്മാനന്ദ റെഡ്ഡി. 2 പ്രത്യേകതകളാണ് പറഞ്ഞത്. INC പ്രസിഡന്റ്, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതും കെ ബ്രഹ്മാനന്ദ റെഡ്ഡിയാണെന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? 7ാമത്തെ വ്യക്തി അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഓർത്തിരിക്കുക. JM ഷീലാത്ത്. JM ഷീലാത്ത് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഓർത്തിരിക്കുക, ജസ്റ്റ് ആ പേര് ഓർത്തിരുന്നാൽ മതി. JM ഷീലാത്ത്. ഓക്കെ ആണോ? 7ാമത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? JM ഷീലാത്ത്. 8 വെരി വെരി ഇമ്പോർട്ടന്റ്. 8ാമത്തെ വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം YB ചവാൻ. ഈ പേര് കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. YB ചവാൻ. YB ചവാൻ എന്നുള്ള പേര് പലതവണ PS ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ലോക്സഭയുടെ ഓപ്പോസിഷൻ ലീഡർ ആയിരിക്കെ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തി ആര്? YB ചവാൻ. ഫസ്റ്റ് ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ ഹു ഗോട്ട് ക്യാബിനറ്റ് റാങ്കിങ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് YB ചവാൻ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇന്ത്യയുടെ 5ാമത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, 5th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 5ാമത് ഉപപ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് YB ചവാനാണ്. ഓർത്തിരിക്കാൻ പറ്റും. ഇന്ത്യയുടെ 5ാമത് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? YB ചവാൻ. ഓർത്തിരിക്കുക, 8ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YB ചവാൻ. പ്രത്യേകത എന്താണ്? 5th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 5ാമത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് YB ചവാൻ എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ who got cabinet ranking, അതായത് ക്യാബിനറ്റ് റാങ്കിംഗ് ലഭിച്ച ആദ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും YB ചവാനാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് 8ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YB ചവാൻ. പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ 5ാമത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. പിന്നെ നമ്മൾ പറഞ്ഞു ലോക്സഭയുടെ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിരിക്കും ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തി, അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവി നേടിയ ആദ്യത്തെ ലോക്സഭാ ഓപ്പോസിഷൻ ലീഡർ. ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് YB ചവാൻ. ഫസ്റ്റ് ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ ഹു ഗോട്ട് ക്യാബിനറ്റ് റാങ്കിങ് എന്ന് ചോദിച്ചാൽ ആരാണ്? YB ചവാൻ. 8ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YB ചവാൻ. 5ാമത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയുടെ. അതുപോലെ തന്നെ ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ ആയിരിക്കും ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ വ്യക്തി. ഒന്നുകൂടെ പറയാം. KC നിയോഗി, കെ സന്താനം, AK ചന്ദ, PV രാജമന്നാർ, മഹാവീർ ത്യാഗി, ബ്രഹ്മാനന്ദ റെഡ്ഡി, JM ഷീലാത്ത്, YB ചവാൻ. അടുത്ത വ്യക്തി 9ാമത്തെ വ്യക്തി ഇമ്പോർട്ടന്റ് അല്ല. 9ാമത്തെ വ്യക്തിയാണ് NK സാൽവെ. ഓർത്തിരിക്കുക, NK സാൽവെ എന്നൊരു വ്യക്തിയാണ്. സാൽവെ SALVE ആണ്. സാൽവെ എന്ന് പറയുന്നത് 9ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പറയുന്നത്? ഞാൻ എങ്ങനെയാണ് ഇവരേക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ പറയുന്നത്? 15 വ്യക്തികൾ എന്ന് പറയുമ്പോൾ 15 പേരെ അങ്ങ് പഠിച്ചിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടവരെ സെലക്ട് ചെയ്ത് പഠിക്കുക, കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? 9ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സാൽവെ ആണെങ്കിൽ നമുക്ക് നോക്കാം 10ാമത്തെ വ്യക്തി ആരാണ് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ആണ്. KC പന്ത്. KC പന്ത് ഒരു തവണ PS ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, പാർലമെന്റ് അംഗം, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാര്? ഇതാണ് PS ചോദിച്ച ക്വസ്റ്റ്യൻ. മറ്റൊരുത്തർക്കും അറിയത്തില്ല. 10ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ KC ദേവിയാണെന്ന് അറിയാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തിയാണ് KC പന്ത് എന്നുള്ള പേര് ഫെമിലിയർ ആണ്. ആ പന്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഫെമിലിയർ ആണ്, മൈൻഡിലുണ്ട്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അറിയാം. പക്ഷെ PS ചോദിച്ചത് അങ്ങനെയൊന്നുമല്ല. 10ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാ? അതൊന്നും ആയിരുന്നില്ല ക്വസ്റ്റ്യൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, പാർലമെന്റ് അംഗം, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് പറയും. എന്നിട്ട് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്തു? ഒരു 4 വ്യക്തികളുടെ പേരും കൊടുത്തു. അതിൽ KC പന്ത് ഉണ്ടായിരുന്നു. ഓർത്തിരിക്കുക, KC പന്ത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായ വ്യക്തിയാണെന്ന് ഓർത്തിരിക്കുക. പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരാണ്? പ്രൈം മിനിസ്റ്റർ, നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇവിടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ, അതായത് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഉപാധ്യക്ഷനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? KC പന്ത്. അതേ ഒരു പാർലമെന്റ് മെമ്പർ ആയിരുന്നു, ലോക്സഭാ അംഗമായിരുന്ന വ്യക്തിയാണ് KC പന്ത് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇതിൽ പറഞ്ഞിരിക്കുന്ന പല വ്യക്തികളും പാർലമെന്റ് മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ വ്യക്തികളും അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. 10ാമത്തെ വ്യക്തി KC പന്ത്. പ്രത്യേകത എന്താണ്? പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷൻ, അതുപോലെ തന്നെ പാർലമെന്റ് അംഗം, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാം. KC നിയോഗി, കെ സന്താനം, AK ചന്ദ, PV രാജമന്നാർ, മഹാവീർ ത്യാഗി, കെ ബ്രഹ്മാനന്ദ റെഡ്ഡി, JM ഷീലാത്ത്, YB ചവാൻ, NK സാൽവെ, KC പന്ത്. KC പന്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ, ഉപാധ്യക്ഷനായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? KC പന്ത്.
ഇത്രയും കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പറയാം. ഇനി ഒരു 5 വ്യക്തികളുടെ പേര് കൂടെ പറഞ്ഞാൽ ഈ കമ്മീഷൻ ക്ലോസ് ചെയ്യാം നമുക്ക്. അപ്പോ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് പറയണം, ശ്രദ്ധിച്ചില്ലേക്ക, ടൈമില്ല. ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുന്ന ഭരണഘടനയിലെ പാർട്ട് 12, ആർട്ടിക്കിൾ 264 മുതൽ 300A വരെയാണ് പാർട്ട് 12. ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 280 എന്ന ആർട്ടിക്കിളാണ്. 280 ബേസ് ചെയ്തുകൊണ്ട് ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്തത് 51 നവംബർ 22-നാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. പരമാവധി അംഗസംഖ്യ 5, ഒരു വ്യക്തി അതിന്റെ ചെയർമാൻ. നിയമിക്കുന്നത് പ്രസിഡന്റ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിന്, കാലാവധി 5 വർഷം, ആനുവൽ റിപ്പോർട്ട് നൽകേണ്ടത് പ്രസിഡന്റിന്. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗി. പ്രത്യേകത, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മെമ്പറായ വ്യക്തി, രണ്ടാമത് ഫിനാൻസ് മിനിസ്റ്റർ, ഇന്ത്യയുടെ സെക്കൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ധനകാര്യ മന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ്? അത് KC നിയോഗിയാണ്. രണ്ടാമത്തത് K സന്താനം, മൂന്നാമത്തത് AK ചന്ദ. പ്രത്യേകത എന്താണ്? സെക്കൻഡ് CAG ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ രണ്ടാമത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലാണ് AK ചന്ദ. 4 PV രാജമന്ന. പ്രത്യേകത എന്തായിരുന്നു? 1953-ലാണ് സംഗീത നാടക അക്കാദമി ഫോം ചെയ്യുന്നത്. അതിന്റെ ആദ്യത്തെ ചെയർമാനാണ് PV രാജമന്ന. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം രവീന്ദ്ര ഭവൻ, ന്യൂഡൽഹി. പിന്നെ നമ്മൾ പറഞ്ഞു 5-ാമത്തെ വ്യക്തി മഹാവീർ ത്യാഗി, R.K. ബ്രഹ്മാനന്ദ റെഡ്ഡി. K. ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു 77 മുതൽ 78 വരെ INC-യുടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണെന്ന് പറഞ്ഞു. ആന്ധ്രാപ്രദേശിന്റെ 3-ാമത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? K. ബ്രഹ്മാനന്ദ റെഡ്ഡി. 7-ാമത്തെ വ്യക്തി JM ഷീലാത്ത്. 8 YB ചവാൻ. പ്രത്യേകത എന്താണ്? 5th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ 5-ാമത് ഉപപ്രധാനമന്ത്രി. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ ഹൂ ഗോട്ട് ക്യാബിനറ്റ് റാങ്ക്. ക്യാബിനറ്റ് പദവി നേടിയ ആദ്യത്തെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് YB ചവാനാണ്. പിന്നെ പറഞ്ഞു 9 NK സാൽവെ, 10 KC പന്ത്. KC പന്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? പാർലമെന്റ് അംഗം, പ്ലാനിംഗ് കമ്മീഷനിൽ ഉപാധ്യക്ഷൻ. ഇത്രയും കാര്യങ്ങൾ വേഗം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് കിട്ടുന്നില്ലെങ്കിൽ, അതല്ല ക്ലിയർ ആണെങ്കിൽ ദയവ് ഇത് ക്ലിയർ ആണെന്ന് മെസ്സേജ് അയക്കുക. ഓക്കെയാണ് എല്ലാവർക്കും? ഇതിന്റെ ബാക്കി പറയാലോ. അതായത് വിശക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ? പെട്ടെന്ന് തരാം. അതായത് ഇപ്പൊ നമ്മള് ധനകാര്യ കമ്മീഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻമാരുടെ കാര്യം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം നമ്മളിപ്പോ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ധനകാര്യ കമ്മീഷനിൽ ബാക്കി വരുന്ന 5 വ്യക്തികൾ. ആ 5 വ്യക്തികൾ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വ്യക്തി ഒഴിച്ച് ബാക്കി എല്ലാ വ്യക്തികളും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് 5 വ്യക്തികൾ നോക്കാം. അതായത് 10-ാം ധനകാര്യ കമ്മീഷൻ നമ്മൾ പറഞ്ഞു നിർത്തി. നമുക്ക് നോക്കാം 11-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് AM ഖുസ്രു. ഓർത്തിരിക്കുക, പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും പറയാനില്ല. AM ഖുസ്രു അദ്ദേഹം 11-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ വ്യക്തിയാണ്. വേണമെങ്കിൽ പറയാം അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ VC ഒക്കെ ആയിരുന്നു, വൈസ് ചാൻസലർ കാര്യം വ്യക്തിയാണ്. അത് വേണമെന്നില്ല, അതൊക്കെ ഒരുപാട് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ PSC ചോദിക്കത്തില്ല. ഇന്ന് വരെ ചോദിച്ചിട്ടുള്ള ആരാണ് 11-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. പക്ഷെ നിങ്ങൾ ആ പേര് ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോയ്സിലൊക്കെ വരാൻ സാധ്യതയുണ്ട് AM ഖുസ്രു എന്നുള്ള പേര്. അഥവാ കാണുകയാണെങ്കിൽ അത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ വ്യക്തിയാണ്. അദ്ദേഹം 11-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നു. ഓർത്തിരിക്കുക. 12-ാമത്തെ വ്യക്തി ഇമ്പോർട്ടന്റ്, ഓർത്തിരിക്കുക. 12-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് C. രംഗരാജൻ. C. രംഗരാജൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 19th ഒരു ഓർഡറിൽ തന്നെ പറയാം. അദ്ദേഹം ഇരുന്നിട്ടുള്ള പൊസിഷൻ നിങ്ങൾ ആ ഓർഡറിൽ തന്നെ പറയാം. ഞാൻ ആദ്യം അറിയാതെ ചാടിക്കയറി ഒരു കാര്യം പറയാൻ വന്നതാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ്? C. രംഗരാജൻ. അപ്പൊ C. രംഗരാജൻ വഹിച്ചിട്ടുള്ള പൊസിഷനുകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള വ്യക്തി C. രംഗരാജൻ. അതിനുശേഷമാണ് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷനിൽ മെമ്പർ ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ KC പന്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നെങ്കിൽ പ്ലാനിംഗ് കമ്മീഷനിൽ അംഗമായ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ C. രംഗരാജനാണ്. ഒന്നാമത്തത് RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ, രണ്ടാമത്തത് പ്ലാനിംഗ് കമ്മീഷന്റെ മെമ്പർ ആയ വ്യക്തി, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 19th RBI ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 19ാമത് ഗവർണർ എന്ന് പറയുന്ന ആരാണ്? C. രംഗരാജൻ. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. RBI ഗവർണർ, ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വെച്ചിട്ടുള്ള ഒരു വ്യക്തി C. രംഗരാജൻ. ഇനി ഒരു വ്യക്തി കൂടെ ഉണ്ട്. അപ്പൊ RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ, പ്ലാനിംഗ് കമ്മീഷനിൽ മെമ്പർ,
ആസൂത്രണ കമ്മീഷൻ അംഗമായിരുന്ന വ്യക്തി, 19ാമത് RBI ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 19ാമത് ഗവർണർ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗവർണർ ഓഫ് ആന്ധ്രാപ്രദേശ്. നമ്മുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് സി രംഗരാജൻ. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു, 19ാമത് RBI ഗവർണർ ആയിരുന്നു എന്ന് പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 19ാമത് ഗവർണർ, പ്ലാനിംഗ് കമ്മീഷനിൽ പ്രവർത്തിച്ചിട്ടുള്ള അംഗമായിരുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്യൂട്ടി ഗവർണർ സ്ഥാനം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് സി രംഗരാജൻ. ഒന്നുകൂടെ പറയാം, 11 AM ഖുസ്രു, 12 സി രംഗരാജൻ. പ്രത്യേകത എന്താണ്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ, പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ, 19ാമത് RBI ഗവർണർ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ ഗവർണർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? സി രംഗരാജൻ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നോക്കുന്നത് 13ാമത്തെ വ്യക്തി, ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 13ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് വിജയ് കേൽക്കർ. ഓർത്തിരിക്കുക, വിജയ് കേൽക്കർ. വിജയ് കേൽക്കറുടെ പ്രത്യേകത എന്താണ്? 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോം ചെയ്യുന്നത്. 1992 ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആസ്ഥാനം വരുന്നത് ബോംബെയിലാണ്. ഓർത്തിരിക്കുക, ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായ വ്യക്തിയാണ് വിജയ് കേൽക്കർ. അപ്പോ 13ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ വിജയ് കേൽക്കർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ആളാണ്. അത്രേ ഓർത്താൽ മതി. അപ്പൊ ഓർത്തിരിക്കുക, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെയിലാണ് സ്ഥിതി ചെയ്യുന്നത് പറഞ്ഞു, മുംബൈയിലാണ്. 92 ഫോം ചെയ്യുന്നത്, 1992. ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാൽ മാത്രമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏറ്റവും പഴക്കം ചെന്നതെന്ന് ചോദിച്ചാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875 ഫോം ചെയ്യുന്നത്, 1875. 13ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ വിജയ് കേൽക്കർ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാനായ വ്യക്തി. 11 AM ഖുസ്രു, 12 സി രംഗരാജൻ, 13 വിജയ് കേൽക്കർ. വിജയ് കേൽക്കറിന്റെ പ്രത്യേകത എന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാൻ ആണെങ്കിൽ 14 YV റെഡ്ഡി. 100% ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് YV റെഡ്ഡി. കാരണം 21ാമത് RBI ഗവർണർ, 21st RBI ഗവർണർ എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ YV റെഡ്ഡിയാണ്. ഇദ്ദേഹം 19ാമത് RBI ഗവർണർ ആയിരുന്നെങ്കിൽ YV റെഡ്ഡി 21ാമത് RBI ഗവർണറാണ്. ഓർത്തിരിക്കാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 21ാമത് ഗവർണറാണ് ആരെന്ന് പറയുന്നത്? 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായ YV റെഡ്ഡി. ഓർത്തിരിക്കുക, 14ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ YV റെഡ്ഡി. പ്രത്യേകത എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 21ാമത് RBI ഗവർണർ. നമുക്കറിയാം ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ്. ഓർത്തിരിക്കുക. അപ്പോ ഇനി 15ാമത്തെ വ്യക്തി ആരാണെന്ന് കൂടെ പറഞ്ഞാൽ തീർന്നു. 15ഉം 100% ചോദിക്കാൻ സാധ്യത, കാരണം അറ്റ് പ്രസന്റ് ഇരിക്കുന്ന വ്യക്തിയാണ് NK സിംഗ്. NK സിംഗിന് വേറെ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. രാജ്യസഭയിൽ മെമ്പർ ആയിരുന്ന വ്യക്തിയാണ്. അതിനുശേഷമാണ് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനത്തിലേക്ക് എത്തുന്നത്. അറ്റ് പ്രസന്റ് ഇന്ത്യയിലുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. അപ്പൊ ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ NK സിംഗ്. 15ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? NK സിംഗ് ആണ്. അപ്പോ 11 AM ഖുസ്രു, 12 സി രംഗരാജൻ. പ്രത്യേകത എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായ വ്യക്തി, പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ അംഗം മെമ്പർ ആയിരുന്ന വ്യക്തി, 19ാമത് RBI ഗവർണർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 19ാമത് ഗവർണർ, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിന്റെ ഗവർണർ സ്ഥാനത്തിരുന്നിട്ടുള്ള വ്യക്തിയും സി രംഗരാജൻ. പിന്നെ നമ്മൾ പറഞ്ഞു 13 വിജയ് കേൽക്കർ. പ്രത്യേകത നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ചെയർമാനായ വ്യക്തി. 14 YV റെഡ്ഡി. പ്രത്യേകത 21ാമത് RBI ഗവർണർ ആയിരുന്നു പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 21ാമത് ഗവർണർ. 15 NK സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൂടെ പറഞ്ഞാൽ നമുക്ക് തീർക്കാം. ധനകാര്യ കമ്മീഷനിൽ ഒരു വനിതകളും ചെയർപേഴ്സൺ സ്ഥാനത്ത് എത്തിയിട്ടില്ല. ധനകാര്യ കമ്മീഷൻ മലയാളികൾ ആരും ചെയർമാൻ സ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇവിടെ ആകെ ധനകാര്യ കമ്മീഷൻ ആദ്യമായി ഒരു മലയാളി മെമ്പറായി. ഫസ്റ്റ് മലയാളി who become the member of ഫിനാൻസ് കമ്മീഷൻ. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി. നമുക്കിപ്പോ മലയാളികള് ഒരുപാട് പേര് അംഗങ്ങളാകാറുണ്ട്, പക്ഷെ ആദ്യത്തെ വ്യക്തി നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. മലയാളികളാണെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ 1ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC ന്യൂക്കി ആയിരുന്നപ്പോൾ അതിലൊരു മെമ്പർ ആയിരുന്നു VP മേനോൻ. VP മേനോൻ എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, ഇതെല്ലാവരും കേട്ടിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓർത്തിരിക്കുക, പലതവണ ഇപ്പോഴും അടുത്തിടെയും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി ആര്? VP മേനോൻ. ഓർത്തിരിക്കുക, ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി എന്ന് പറയുന്ന ആരാണ്? VP മേനോൻ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ധനകാര്യ കമ്മീഷനിൽ 5 വ്യക്തികളുണ്ട്, ഒരു വ്യക്തി ചെയർമാനാണ്. ഈ 5-ൽ പെടാത്ത ഒരു വ്യക്തി പുറത്തിരിപ്പുണ്ട്. ഏത് കമ്മീഷൻ എടുത്താലും ടോട്ടൽ മെമ്പേഴ്സ് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ കമ്മീഷനിലും ഒരു പൊസിഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷനുകൾ ആരാണ് അറ്റ് പ്രസന്റ് മെമ്പർ സെക്രട്ടറി നമ്മൾ എടുത്ത് പറയാൻ? ഉദാഹരണത്തിന് പറഞ്ഞാല് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇമ്പോർട്ടന്റ് ആണ്. ലോക്പാൽ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇമ്പോർട്ടന്റ് ആണ്. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ഇമ്പോർട്ടന്റ് ആണ്. ലോക്സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചില വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില കമ്മീഷനുകളോ ചില സ്ഥലങ്ങളിലോ നമ്മൾ സെക്രട്ടറി ജനറലിന്റെ പേര് എടുത്ത് പഠിക്കാറുണ്ട്, PS ചോദിക്കാറുണ്ട്. ഇവിടെ ധനകാര്യ കമ്മീഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അത് ഇമ്പോർട്ടന്റേ അല്ല. പക്ഷേ ആദ്യമായി ഒരു മലയാളി അതിന്റെ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറി, ഫസ്റ്റ് മലയാളി മെമ്പർ സെക്രട്ടറി
എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് PC മാത്യു ആണെന്ന് ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ പേരാണ് PC മാത്യു. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട മലയാളികളെ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന് ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി VP മേനോൻ, ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി അല്ലെങ്കിൽ ആ പൊസിഷനിൽ എത്തിയ ആദ്യത്തെ മലയാളി PC മാത്യു. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാൻ പറ്റും. ധനകാര്യ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി എന്ന് പറയുന്ന ആരാണ്? VP മേനോൻ. ധനകാര്യ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആദ്യത്തെ മലയാളി ആരാണ്? PC മാത്യു. ഇനി ഒരേ ഒരു പോയിന്റ് ഇവിടെ പറയാം, ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ധനകാര്യ സെക്രട്ടറി? ഈ ധനകാര്യ സെക്രട്ടറി എന്നുള്ള പൊസിഷൻ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വ്യക്തികൾ ഇങ്ങനെ 2-3 മാസം കൂടുമ്പോൾ വ്യക്തികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടെ അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ് അജയ് ഭൂഷൺ പാണ്ഡെ. ഞാനത് ഇവിടെ എഴുതിയിടുന്നില്ല, കാരണം അജയ് ഭൂഷൺ പാണ്ഡെ അറ്റ് പ്രസന്റ് ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ആണ്. പക്ഷെ ചിലപ്പോൾ നാളെ അദ്ദേഹം ആവണമെന്നില്ല, മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അതെടുത്ത് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, എപ്പോഴും ഇന്റർനെറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അജയ് ഭൂഷൺ പാണ്ഡെ എന്നാണ് ഇപ്പോഴത്തെ വ്യക്തിയുടെ പേര്, അജയ് ഭൂഷൺ പാണ്ഡെ. ഓക്കെ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പരാമർശിച്ചു. നിങ്ങൾ ഇതിൽ തൃപ്തരാണോ? ഇപ്പൊ നിലവില് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തരാണോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ തന്നെ പങ്കുവയ്ക്കാം. എല്ലാവരും ദയവ് ചെയ്ത് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വരുന്ന കമന്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് പറയാം, എന്ത് കാര്യവും പറയാം. ദയവ് ചെയ്ത് പറയൂ. ഓക്കെ, നല്ല ക്ലാസ് ആയിരുന്നു സാർ. ക്ലിയർ ആയിരുന്നോ? ശരി. അപ്പോ നിങ്ങൾ തൃപ്തരാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതാണ് ആചാര്യ PSCയുടെ ഒരു എന്താ പറയുക, ഒരു ലൈവ് ക്ലാസ്. ഓക്കെ ആണോ? ഈ തരത്തിലായിരിക്കും മറ്റ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുക, അല്ലെങ്കിൽ ഇതിലും മികച്ചതായിരിക്കും ഇനി വരുന്ന ക്ലാസ്സുകൾ. അതായത് ഞാനിപ്പോ എടുത്ത ക്ലാസ്സിനേക്കാൾ ഒരുപടി മുകളിൽ അല്ലെങ്കിൽ അത്രയേറെ മികച്ച ക്ലാസ്സുകളായിരിക്കും ഇനിയുള്ള അധ്യാപകർ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മള് ഒരു കൊറോണ എന്നൊരു വ്യാധിയുടെ പേരിൽ നമ്മളിപ്പോ മൊത്തത്തിൽ വീട്ടിലിരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മളാണ്. കാരണം മറ്റ് മേഖലകളിൽ ഇപ്പോ SSLCയോ +2 ഒക്കെ പഠിക്കുന്നവർ എൻജോയ് ചെയ്യുന്നത്. അവർക്ക് മാക്സിമം എത്രത്തോളം ക്ലാസ്സിലായിരിക്കും അത്രത്തോളം സന്തോഷം, കാരണം പിള്ളേരാണ്, അവർക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും നമ്മൾ ഇതിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വ്യക്തികളും, അല്ലെങ്കിൽ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് വരേക്കും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്ന പല വ്യക്തികളും ലോക്ക്ഡൌണിന് ശേഷം മൊത്തത്തിൽ എന്ത് ചെയ്തു, മൊത്തത്തിൽ അങ്ങ് ഡള്ളായ വ്യക്തികളാണ്. എന്നാൽ ചിലർ അതേ ലെവലിൽ തന്നെ പഠിച്ചു പോകുന്നവരുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, PSCയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നിലവിലെ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുന്നേറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിച്ചേ. നിങ്ങൾ ആത്മാർത്ഥമായി എത്രത്തോളം എഫർട്ട് എടുക്കുന്നു അത്രത്തോളം നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് കരുതുന്നു. ഓക്കെയാണോ? അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ വീട്ടിലിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്പൈൻ സ്റ്റഡിയൊന്നും ചിലപ്പോൾ ഇപ്പൊ നടക്കണമെന്നില്ല, അതല്ല വീട്ടിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാൻ മടിയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ തുടങ്ങണമെന്ന് അറിയത്തില്ല, എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല, റാങ്ക് ഫെയിൽ എടുത്താൽ ഏതൊക്കെ ഇമ്പോർട്ടന്റ് അല്ല, ഒന്നും അറിയില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കണമെന്ന് പലർക്ക് ഡൗട്ട്. പലരും ചോദിക്കുന്നത് ഇംഗ്ലീഷ് ആദ്യം പഠിക്കണോ, മാത്സ് ആദ്യം പഠിക്കണോ? ഞാൻ പറയുന്ന എല്ലാ സബ്ജക്റ്റുകൾക്കും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തരുന്നത്. ഏറ്റവും മികച്ച രീതിയിൽ അടുക്കും ചിട്ടയായിട്ടുള്ള ഒരു പഠന രീതിയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് തക്കോണമുള്ള ഒരു സിലബസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അതിന്റെ ടോപ്പിക് വൈസ് ഉള്ള ക്ലാസ്സുകൾ കിട്ടും. കൃത്യമായി അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള എക്സാംസ്, അതായത് നമ്മുടെ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാറുമാരാണ്. മോർ ദാൻ 5 years എക്സ്പീരിയൻസ് ഉള്ള സാറുമാരാണ്. അവർക്കറിയാം ഏത് ഇമ്പോർട്ടന്റ് അല്ല, ഏതൊക്കെ രീതിയിലാണ് PSC ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ മേഖലകളും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ എത്ര നന്നായിട്ട് തയ്യാറെടുപ്പിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കി ഇനി വരുന്ന ദിവസങ്ങളിൽ. ഇപ്പൊ പലരും പഠിക്കാത്ത വ്യക്തികളുണ്ട്, പഠിച്ചു പോകുന്ന വ്യക്തികൾ, അവരോടെല്ലാം എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാവും. വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാൻ പറ്റും. പക്ഷെ അവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ക്ലാസ് എടുത്തത് കൊണ്ടോ ഞങ്ങൾ വിളിച്ച് തന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എല്ലാ ദിവസവും PSC അറ്റൻഡ് ചെയ്യുക, ഒരു ബന്ധം നിലനിർത്തി പോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് ഹെൽപ്പിനും ഞങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ എന്താ പറയാ, ഇപ്പൊ നിലവിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബാച്ചുകൾക്കൊക്കെ വളരെ നല്ല റെസ്പോണ്ട് ഉണ്ട്. ഇതൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ നോക്കുക. ഒരു ദിവസം പോലും മാറ്റി വെക്കരുത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. ഇത്രയും നാൾ നമ്മൾ വെറുതെ കളഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും PSCക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ദയവേത് എന്ത് ചെയ്യുക, ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണോ? നമുക്ക് സമൂഹത്തിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ജോബ് വേണം. ജോബ് ഇല്ലാത്തതിന്റെ വില ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്
നമ്മൾ എന്താ പറയുക, ഒരു ഏജ് ഒക്കെ കഴിയാറാകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെ തൊട്ടടുത്തിരിക്കുന്നവന് ജോലി കിട്ടുമ്പോൾ, നമ്മുടെ വീടിന്റെ അയൽവാസിക്ക് ജോലി കിട്ടുമ്പോൾ, നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവിന് ജോലി കിട്ടുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാവുന്നത്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ വീട്ടമ്മമാർക്കായിരുന്നാലും ഇപ്പൊ പഠിച്ചിറങ്ങിയ വ്യക്തികൾക്കായാലും ഏത് വ്യക്തികൾക്കായിരുന്നാലും ഒരു ജോലി എന്നും ലൈഫിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കണമെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ജോലി, അതൊരു ഐഡന്റിറ്റിയാണ് സമൂഹത്തിൽ നമുക്കുള്ളത്. ശരിയല്ലേ? കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾ ഞാൻ ഇനിയും 1 മണിയായി, ഇനിയും പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടാവും, ക്ലാസ് ഒക്കെ കേട്ടിരിക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും ഇതിന്റെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഡെമോ ക്ലാസിന്റെ നോട്ട്, നമ്മൾ എടുത്ത ഈ ടോപ്പിക്കിന്റെ നോട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുക. അത് ടെലിഗ്രാം ചാനൽ വഴിയായിട്ടായിരിക്കും കിട്ടുക. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. എന്റെ പേര് പ്രവീൺ എന്നാണ്. എടുക്കുന്ന സബ്ജക്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഭരണഘടനയാണ്. സ്ഥലം നെയ്യാറ്റിൻകര തന്നെയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. വീണ്ടും വരുന്ന ക്ലാസ്സുകളിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയിൽ പോവാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഗായത്രി, ഗീതു, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, അപ്പൊ ശരി, തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.